സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് DC പവർ സപ്ലൈ മെഷീനെ കുറിച്ചാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതെങ്ങനെയൊക്കെ നമുക്ക് റിപ്പയറിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് നമുക്ക് ഇതിനൊരു AC കോഡ് ഉണ്ടാവും. ആ AC കോഡ് കുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 അനലോഗ് മീറ്ററും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് വോൾട്ടേജിൻ്റെയാണ് മീറ്റർ. ഈ മീറ്ററാണ് വോൾട്ടേജ്. 1 തൊട്ട് 15 വരെയുള്ള വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് സെറ്റ് ചെയ്ത് ഒരു ഡിവൈസ് ഓണാക്കാനാണെങ്കിൽ ഇതിൻ്റെ സ്വിച്ച് അങ്ങോട്ട് ഇടണം. ഈ സൈഡിലേക്കാണ് ഇടേണ്ടത്. പിന്നെ ഈ വോളിയം നോബയിലാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിന് എത്ര വോൾട്ടേജ് വേണമെങ്കിലും നമുക്ക് ആക്കാം. നമുക്ക് സാധാരണ 3.8 വോൾട്ടേജ് അല്ലെ 4 വോൾട്ടേജ് അത്രയൊക്കെയാണ് വേണ്ടത്. 4 വോൾട്ടേജ് അല്ലെ 4.1 അതിൽ കൂടുതൽ വരാൻ പാടില്ല. 3.8നും 4.1നും ഇടയ്ക്ക് നിൽക്കണം. നമുക്ക് എത്ര വേണേലും എത്ര വോൾട്ടേജിൻ്റെ ഡിവൈസ് വേണേലും നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കേബിളിൽ ഇൻപുട്ടിൽ 2 വയർ, ഔട്ട്പുട്ടിൽ 6 വയർ ഉണ്ടാവും. 6 വയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചില്ല. ബ്ലാക്ക് 2 എണ്ണം ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ റെഡ് 2 എണ്ണം ഇതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഉള്ള 2 കണക്ഷൻ, 2 കളറുകൾ, അത് VLC ആണ്. അത് എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കണക്ഷനല്ല. ഈ 2 കണക്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മാത്രം. അതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് എടുക്കുക. നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇതിൽ ബ്ലാക്കിലും റെഡിലും കൊടുക്കുക. ഇപ്പോൾ റെഡ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്കും കൂടെ നമുക്കൊന്ന് കൊടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ ഒരു മൊബൈൽ ഒന്ന് ഓണാക്കി കാണിക്കാം. നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം 3.8 അല്ലെ 4 വോൾട്ടേജിൽ ഇതൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഈ മൊബൈലൊന്ന് ഓണാക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ, അതോ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ആദ്യമായിട്ട് നമുക്കിതൊന്ന് വോൾട്ടേജ് ഒന്ന് സെറ്റ് ചെയ്യുക. 3.8 വോൾട്ടേജ് അല്ലെ 4 വോൾട്ടേജിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 4 വോൾട്ടേജാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഈ ബാറ്ററിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് പോസിറ്റീവും നെഗറ്റീവും തെറ്റിപ്പോകാതെ കണ്ട് കറക്റ്റായ രീതിയിൽ കൊടുക്കുക. പോസിറ്റീവ് കൊടുക്കുക, റെഡ് വയർ കൊടുക്കുക, നെഗറ്റീവിൽ ബ്ലാക്ക് വയർ കൊടുക്കുക. നമുക്കതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് ഒന്ന് ഓണാക്കി നോക്കാം. അഥവാ ഇത് ഓണാകുന്ന സെറ്റാണെന്നൊരു നിങ്ങൾ ഈ ആംബിയറിൻ്റെ അനലോഗ് മീറ്ററിലൊന്ന് നോക്കിക്കൊള്ളുക. ആംബിയറിൻ്റെ സൂചി നന്നായിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഓണാകുന്ന സെറ്റാണ്. കണ്ടോ, സെറ്റ് ഓണായിട്ടുണ്ട്. അഥവാ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഒക്കെ ആണെന്നൊരു നമുക്ക് ഈ അനലോഗ് മീറ്ററിൽ ആംബിയറെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ഈ ബോർഡ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. ഡിസ്പ്ലേ തെളിയണമെന്നില്ല. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെന്നൊരിൽ ചിലപ്പോൾ ഡിസ്പ്ലേ തെളിയത്തില്ല. ഡിസ്പ്ലേ തെളിഞ്ഞില്ലേ തന്നെ നിങ്ങൾക്ക് ഈ ബോർഡ് വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്കിത് ഡിസ്കണക്റ്റ് ആക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടിംഗ് ഉള്ള ബോർഡുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഡയറക്റ്റ് ഷോർട്ടിംഗ് ആണെന്നൊരിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. ഏതാണ്ട് ഇതുപോലുള്ള ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നിങ്ങൾ ഷോർട്ടിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മദർ ബോർഡ് ചെക്ക് ചെയ്യുക. നമുക്ക് ഈ ഡിവൈസിൽ 1 വോൾട്ട് തൊട്ട് 1 വോൾട്ടല്ല 0 വോൾട്ട് തൊട്ട് 15 വോൾട്ട് വരെയുള്ള ഏത് ഡിവൈസും നമുക്കിത് കണക്ട് ചെയ്ത് വെച്ച് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം. പിന്നെ ഈ സ്വിച്ച് ഈ സൈഡിലേക്ക് നമ്മൾ ഇട്ടാൽ, ഈ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ഉപയോഗമുണ്ട്. അത് നിങ്ങളെ ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് ഈ കേബിൾ എടുത്ത് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതിയേക്കുന്നിടത്ത് പോസിറ്റീവും നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്നിടത്ത് നെഗറ്റീവും കൊടുക്കുക. അതായത് നെഗറ്റീവ് എന്ന് എഴുതി വെക്കുന്നിടത്ത് ബ്ലാക്ക് വയർ കുത്തുക, പോസിറ്റീവിൻ്റെ അവിടെ റെഡ് വയർ കുത്തുക. ഇത് കുത്തിയാൽ നമുക്ക് വേറൊരു ഉപയോഗമാണ് ഇതിനുള്ളത്. നമുക്ക് ബാറ്ററിയിൽ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് പോളയിൽ റെഡ് പ്രോബ് വെക്കുക, ബ്ലാക്ക് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവ് വയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഞാനൊരു ബാറ്ററി എടുത്ത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. കണക്ട് ചെയ്താൽ അതിലുള്ള വോൾട്ടേജ് ഇത്
3.7 എന്ന് കാണിക്കുന്നുണ്ട്. ഇത്തേൽ 3.7 വോൾട്ടേജാണ് ഉണ്ടാകുക. അത് അനലോഗ് മീറ്ററിലും ഡിജിറ്റൽ മീറ്ററിലും കാണിക്കും. പിന്നെ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാറ്ററിയിലേക്ക് ചാർജ് ബൂസ്റ്റ് ആവുകയും ചെയ്യും. അതായത് 3.7 നമുക്കറിയാൻ സാധിക്കും 4 വോൾട്ടേജ് വരെ ആവുന്നോടം വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചാർജ് ആയിക്കിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപയോഗം കൂടിയുണ്ട്. ഇത്തരം വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം, ഇതിനകത്തോട്ട് ചാർജ് കയറ്റുകയും ചെയ്യാം. ഇതാണ് ഈ 2 പോളിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ഈ മെഷീനെ പറ്റി ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ടുള്ളവർ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോയായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.